ഹരേ കൃഷ്ണ. ഓം ശ്രീ മഹാദേവിയേ നമ. ആദരണീയരായ ശ്രീരാഗം കുടുംബമിത്രങ്ങൾക്ക് എൻ്റെ വിനീത പ്രണാമം. കഥാമൃതത്തിലേക്ക് എല്ലാ കുടുംബമിത്രങ്ങൾക്കും സുസ്വാഗതം. ഹരേ കൃഷ്ണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന് ഒരിക്കലെങ്കിലും ജപിക്കാത്ത ഹൈന്ദവർ ഉണ്ടാകാൻ വഴിയില്ല. ബാല്യം മുതൽ നാം ഏറ്റവും കൂടുതൽ ചൊല്ലുന്ന നാമവും ഇപ്പോൾ ജപിക്കുന്ന നാമവും ഇത് തന്നെയാകും. പക്ഷേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, എന്താണ് ഈ 4 നാമങ്ങളുടെ അർത്ഥവ്യാപ്തി എന്ന്? സാമാന്യരെന്നും നാം വിശേഷിപ്പിക്കുന്ന നമ്മുടെ പൂർവികരായ മാതാപിതൃക്കളും ഗുരുക്കന്മാരും അറിഞ്ഞോ അറിയാതെയോ നമ്മളെ പഠിപ്പിച്ചു തന്ന ഈ നാമങ്ങളിൽ പോലും ഉപനിഷത്ത് തത്വങ്ങളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് കാണാം. ഒരു പക്ഷേ അത് മനസ്സിലാക്കാൻ പറ്റാതെ പോയതാകും ഇന്നത്തെ നമ്മുടെ തലമുറയുടെ ഏറ്റവും വലിയ പോരായ്മയും. അമ്മേ നാരായണ എന്ന നാമത്തെ നോക്കിയാൽ പ്രപഞ്ചത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഭാവമായി പറയപ്പെടുന്നത് മാതൃഭാവമാണ്, അല്ലേ? ഒരു സ്ത്രീ അമ്മ എന്ന് വിളിക്കപ്പെടുന്നത് അവൾ മറ്റൊരു ജന്മത്തിന് തയ്യാറെടുത്ത് പരിപൂർണ ഗർഭവതി ആയിരിക്കുമ്പോഴാണ്. സച്ചിദാനന്ദ സ്വരൂപിണിയായ ദേവി തന്നെയാണ് സകല പ്രപഞ്ചത്തിൻ്റെയും മാതാവായി അവയെ തന്നിൽ തന്നെ ധരിച്ചിരിക്കുന്നത്. പ്രകടമാകാത്ത ജഗത്തിൻ്റെ അവ്യാകൃതമായ അവസ്ഥയെയാണ് ഇവിടെ ഗർഭാവസ്ഥ എന്നതുകൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത്. ഏകവും സത്തും ആയ ബ്രഹ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ജഗത്ത് ആ ബ്രഹ്മം തന്നെയായി അവ്യാകൃതാവസ്ഥയിൽ സ്ഥിതി ചെയ്തിരുന്നതായി ശ്രുതി പറയുന്നു. അസത് വാ ഇതമഗ്രമാസീത് തതോ വൈ സതജായത. ഈ ജഗത്ത് ഉൽപ്പത്തിയാകുന്നതിന് മുൻപ് അവ്യാകൃതമായ ബ്രഹ്മം തന്നെയായിരുന്നു. അതിൽ നിന്നാണ് നാമരൂപ വിശേഷങ്ങളോട് കൂടിയ ജഗത്ത്, അതായത് പ്രപഞ്ചം ജനിച്ചിട്ടുള്ളത് എന്ന് തൈത്തരീയോപനിഷത്തിൽ പറയുന്നു. അവ്യക്താവസ്ഥയിൽ നിന്നും ആകാശാദി പഞ്ചഭൂതങ്ങൾ മുതലായ ദൃശ്യപ്രപഞ്ചത്തെ നിർമ്മിക്കുന്നവളും ജഗന്മാതാവായ ദേവി തന്നെയാകുന്നു. ഇപ്രകാരം അവ്യാകൃതമായ പ്രപഞ്ചത്തെ ഗർഭം ധരിച്ച് അഥവാ തന്നിൽ തന്നെ ധരിച്ച് ജഗത്തിനെ നിർമ്മിക്കുന്നവളായതിനാൽ ദേവിയെ ശ്രീമാതാ അഥവാ അമ്മയെന്ന് നാം വിളിക്കുന്നു. ഇനി നാരായണ എന്ന ശബ്ദത്തിന് നാരാ ജലം, അയനം, സ്ഥാനം, യസ്യ എന്നൊക്കെയാണ് അർത്ഥം. അയഗതോ എന്ന് തത്വാർത്ഥം. നാരത്തിൻ്റെ അഥവാ ജ്ഞാനത്തിൻ്റെ മുക്തിസ്ഥാനം അഥവാ പ്രാപ്തിസ്ഥാനം എന്നാണ് ഇതിന് അർത്ഥം. അമ്മേ നാരായണ എന്നതുകൊണ്ട് ജഗത് സ്വരൂപിണിയായ അമ്മ തന്നെയാണ് മുക്തിക്ക് അഥവാ ജ്ഞാനത്തിന് ആധാരമെന്ന് അർത്ഥം ലഭിക്കുന്നു. ഇനി ദേവി നാരായണ. ദേവി ശബ്ദം ദിവ് ധാതുവിൽ നിന്നാണ്. അതിന് ദിവ് ക്രീഡനെ എന്നർത്ഥം. ഇതനുസരിച്ച് പ്രപഞ്ചരചന എന്നത് കേവലം ലീല മാത്രമാണ്. സൃഷ്ടിയാൽ ദേവിക്ക് നേടേണ്ട പ്രയോജനമൊന്നും തന്നെയില്ല. ലോകവത്ത് ലീലാ കൈവല്യം എന്ന് ബ്രഹ്മസൂത്രം പറയുന്നു. ബാലാലീലാ വിനോദിനിയായി പ്രപഞ്ചരചനയ്ക്ക് പുറപ്പെടുന്ന അമ്മയെയാണ് ദേവീ നാരായണയായി പറയുന്നത്. സോടകാമയേതി ബഹുസ്യാം പ്രജായേയേതി എന്ന് തൈത്തിരീയ ഉപനിഷത്തും പറയുന്നു. സ്വയം പലതാകാനുള്ള ആഗ്രഹ ഹേതുവായി എന്ന് പ്രമാണം. ഈക്ഷത ലോകാൽനു സൃജാ ഇതി, എനിക്ക് വിവിധ ലോകങ്ങളെ സൃഷ്ടിക്കണമെന്ന് വീക്ഷിച്ച് എന്ന് ഐതരേയോപനിഷത്തും പറയുന്നു. ഇങ്ങനെ ലോകസൃഷ്ടി എന്ന ലീല ആടുന്ന പരാശക്തിയാണ് ഇവിടെ ദേവി. ഇനിയോ ലക്ഷ്മി നാരായണ. ലക്ഷ്മി എന്നതിൽ ലക്ഷദർശനെ എന്നാണ് ധാതു, അതായത് കാണുക. അമ്മ എവിടെയാണ് കാണുക എന്ന് ചോദിച്ചാൽ പറയുക ചിദഗ്നി കൊണ്ട് സംഭൂത എന്നാണ്. ദേവി എന്നും ഭക്തന്മാരുടെ ഹൃദയത്തിലാണ് വസിക്കുന്നത്. ജ്ഞാനസ്വരൂപിണിയായ ദേവി ജീവന്റെ ചിത്താകുന്ന അഗ്നികുണ്ഡത്തിൽ നിന്ന് ഉത്ഭവിച്ചവളുമാണ്. അതായത് ഭക്തന്മാരുടെ ഹൃദയകമലത്തിൽ എന്നും ജ്ഞാനസ്വരൂപിണിയായി പ്രകാശിക്കുന്നവളാണ് അഥവാ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി. ഇങ്ങനെ ചിത്താകുന്ന അഗ്നികുണ്ഡത്തിൽ നിന്ന് സ്വയമുണ്ടായി ജ്ഞാനസ്വരൂപിണിയായി സ്ഥിതി ചെയ്യുന്നവളായതുകൊണ്ട് ലക്ഷ്മി എന്ന് ജപിക്കുന്നു. ഭദ്രേ നാരായണ. ഭദ്ര ശബ്ദത്തിന് പ്രസാരിണി എന്നാണ് അർത്ഥം. പ്രസരിച്ചു നിൽക്കുന്നവളാണ് അമ്മ. ദേവി സകല ജഗത്തിൻ്റെയും കാരണവും സൃഷ്ടികർത്താവുമാണ്. ഏകവും അഖണ്ഡ പരിപൂർണ സച്ചിദാനന്ദവുമായി പ്രകാശിക്കുന്ന ദേവി രഞ്ജുവിൽ സർപ്പമെന്ന പോലെയും കനലിൽ ജലമെന്ന പോലെയും ആകാശത്തിൽ കൃഷ്ണവർണ്ണമെന്ന പോലെയും സ്വന്തമായാൽ പലതായി വിവർത്തിക്കുന്നു. സ്വയം പ്രകാശ സ്വരൂപിണിയായ ദേവി ത്രിഗുണ സ്വരൂപമായി സ്ഥാവര ജംഗമ രൂപമായ ജഗത്തായി വിവർത്തിച്ച്
പ്രസരിച്ച് സ്ഥിതി ചെയ്യുന്നു. അത് നാം കാണുന്ന ഈ പ്രപഞ്ചമായി വിവർത്തിക്കപ്പെട്ടിരിക്കുന്നതും പരമാർത്ഥത്തിൽ ബ്രഹ്മസ്വരൂപിണിയായ ദേവി തന്നെയാണ്. ഈ ഭാവമാണ് ഭദ്രാരൂപമായ ഭഗവതി. ഇങ്ങനെ 4 ദേവീ നാമങ്ങളിലൂടെ ദേവീനാമ പാരായണം നടത്തുന്ന ഭക്തർ ഈ പ്രപഞ്ച സത്യത്തെയാണ് പ്രാർത്ഥിക്കുന്നതും അനുഗ്രഹത്തിനായി വിളിക്കുന്നതും. സകല പ്രപഞ്ച മനുഷ്യവാസികൾക്ക് മാത്രമല്ല, സസ്യജീവജാലങ്ങൾക്കും അനുഗ്രഹം നൽകാനുള്ള നമ്മുടെ പ്രാർത്ഥന എത്ര ഉദാത്തമാണല്ലേ. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ബാലാലീലാ വിനോദിനിയായ ജഗത് സ്വരൂപിണിയായ അമ്മ എല്ലാ ഭക്തർക്കും അനുഗ്രഹത്തെ പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഹരേ കൃഷ്ണ.